show that for a greater than 1, integral 0 to pi d theta divided by a plus cos theta equal to pi by root of a square minus 1. ആണ് ക്വസ്റ്റ്യൻ. സൊല്യൂഷൻ. ഇവിടെ നമ്മൾ സൊല്യൂഷൻ ലെറ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ. അത് വരുന്നത് യൂണിറ്റ് സർക്കിളിലാണ്. സെഡ് ഈസ് ഈക്വൽ ആർ ഇ റൈസ് ടു ഐ തീറ്റ, ആറ് 1 ആകുമ്പോൾ സെഡ് ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്നുള്ള യൂണിറ്റ് സർക്കിൾ എടുക്കുക. ദെൻ സെഡ് ബാർ എന്ന് പറഞ്ഞാൽ കോഞ്ചുഗേറ്റ് കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. അത് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്, അഥവാ 1 ബൈ ഇ റൈസ് ടു ഐ തീറ്റയാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇസഡ് നൽകാം. സെഡ് ബാറിന് നമുക്ക് 1 ബൈ ഇസഡ് നൽകാം. സെഡ് ബാർ ആണ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റയാണ്, കോസ് തീറ്റ മൈനസ് ഐ സൈൻ തീറ്റ. ദാറ്റ് ഈസ് 1 ബൈ ഇ റൈസ് ടു ഐ തീറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ഇസഡ്. ദെർഫോർ കോസ് ഇസഡ് ഈസ് ഈക്വൽ ടു സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2. അത് കിട്ടുന്നത് നമുക്ക് അറിയുന്ന കാര്യമാണ്. കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ പ്ലസ് ഇ റൈസ് ടു മൈനസ് ഐ തീറ്റ ബൈ 2 ആണ്. ഐ തീറ്റക്ക് പകരം ഇ റൈസ് ടു ഐ തീറ്റക്ക് പകരം സെഡ് ബാർ, ഇ റൈസ് ടു മൈനസ് ഐ തീറ്റക്ക് പകരം മൈനസ് ഐ തീറ്റക്ക് പകരം സെഡ് ബാറും ഇ റൈസ് ടു ഐ തീറ്റക്ക് പകരം സെഡും കൊടുക്കും. Thus, a plus cos theta equal to a plus z plus z bar by 2, that is equal to a plus 1 by 2 into z plus z bar nu pagaram 1 by z നൽകാം. z bar nu pagaram 1 by z നൽകാം. That is equal to a plus, simplify that z into z, z square plus 1 divided by 2 z now. Simplify that z in a cross ചെയ്തിട്ടാൽ z into z, z square plus 1 divided by z into 2z. അഥവാ simplify that z square, this is equal to z square, ഈ 2z കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 2az പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2z എന്ന് എഴുതാൻ പറ്റും. എ പ്ലസ് കോസ് തീറ്റയെ z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2z എന്ന് എഴുതാൻ പറ്റും. therefore integral 0 to pi d theta by, therefore now integral 0 to pi d theta by a plus cos theta. കോസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് അറിയാൻ പറ്റും. അതിനെ നമുക്ക് മാറ്റി എഴുതിക്കാൻ 0 to 2 pi. ഈവൻ ആയതുകൊണ്ട് ഇത് റിയൽ ആക്സിന് സിമ്മട്രിക് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 0 to 2 pi ഹാഫ് ഇൻറ്റു 0 to 2 pi എന്ന് എഴുതാം, ഇൻറ്റു എ ഡി തീറ്റ ബൈ എ പ്ലസ് കോസ് തീറ്റ. The reason cos theta is cos theta, കാരണം കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ, കോസ് മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. അപ്പോൾ അത് നമുക്ക് 0 to 2 pi എന്നുള്ള ലെങ്ത്. എന്തായിരുന്നു ഇവിടെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല. ഞാൻ ഒന്ന് പറഞ്ഞിട്ട് അല്ല, അതൊന്നും പറഞ്ഞില്ല. ഇപ്പൊ നമ്മൾ അതല്ല മുകളിലാ കോസ് ഇസഡ് അല്ലേ, സെഡ് പ്ലസ് സെഡ് മുകളിൽ ആദ്യം. അതെ. therefore cos ഇസഡ് അല്ലേ, സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 a plus cos theta equal to, അത് വേറെ എഴുതിയോടെ അതല്ലേ കോസ് തീറ്റക്ക് പകരം അങ്ങനെ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 കൊടുത്തു. കോസ് ഇസഡ് അല്ലേ, സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2. ആ cos z is equal to z plus z bar by 2. പിന്നെ അടിയിൽ കോസ് തീറ്റക്ക് പകരല്ലേ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ 2 കൊടുത്തിരിക്കണ ആണ്. എ വേറെ തന്നെ എടുത്തിട്ടുണ്ടല്ലോ. തീറ്റ അല്ലേ? ആ കോസ് തീറ്റ
അല്ല തീറ്റ ആകുമ്പോ അങ്ങനെ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ ടു കൊടുക്കുക കോസ് ഇസെഡ് അല്ലേ സെഡ് പ്ലസ് സെഡ് ബാർ ബൈ ടു അല്ല ഇവിടെ കോസ് തീറ്റ ഈക്വൽ ടു അല്ലേ ഇവിടെ അല്ലേ ഇതല്ലേ ചോദിച്ച് അത് കറക്റ്റ് കോസ് തീറ്റ ഈക്വൽ ടു കോസ് ഇസെഡ് അല്ല കേട്ടോ അത് റെഡിയാണ് കോസ് തീറ്റ ഈക്വൽ ടു ഓക്കെ ആണല്ലോ ഹാൻസ് ഓക്കെ ഇതിനെങ്ങനെ മാറ്റി എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഞാൻ ആദ്യം സ്റ്റെപ്പ് എഴുതിയിട്ട് പിന്നെ എൻ്റെ റീസൺ ഏതാണ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ ഇൻറ്റു ഇൻ്റഗ്രൽ ഓവർ ഗാമ integral over gamma dz divided by integral over gamma dz divided by z square plus 2az plus 1 കിട്ടിയത് എങ്ങനെ നോക്കാം നമുക്ക് 1/a പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് ഇപ്പോൾ എ പ്ലസ് കോസ് തീറ്റയുടെ വാല്യൂ കിട്ടി 1/a പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2z ഡിവൈഡഡ് ബൈ z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എഴുതാം 1/a പ്ലസ് കോസ് തീറ്റയെ z ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ആയതുകൊണ്ട് ദാറ്റ് ഇംപ്ലൈസ് dz ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ ഇൻറ്റു ഐ ഡി തീറ്റയാണ് അഥവാ ദിസ് ഈസ് ഈക്വൽ ടു z ഇൻറ്റു ഐ ഡി തീറ്റ എന്ന് എഴുതാം ദാറ്റ് ഇംപ്ലൈസ് ഡി തീറ്റ ഈക്വൽ ടു dz ബൈ ഐ സെഡ് എന്ന് കിട്ടും ഡി തീറ്റ ഈക്വൽ ടു dz ബൈ ഐ സെഡ് എന്ന് കിട്ടും ആ രണ്ട് വാല്യൂസും ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദാറ്റ് ഇംപ്ലൈസ് ഇൻ്റഗ്രൽ ഡി തീറ്റ ഡിവൈഡഡ് ബൈ എ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നതിന് നമുക്ക് ഇൻ്റഗ്രൽ നമുക്ക് 0 to 2π എന്ന് പറയുന്നത് നമ്മുടെ ഇത് ലൈൻ ഇൻ്റഗ്രലാണ് 0 to 2π അതിനെ നമുക്ക് കർവാക്കിയിട്ട് ഗാമ എന്ന് പറയുന്ന റെക്ടിഫൈബിൾ കർവാക്കിയിട്ട് മാറ്റിയാൽ അങ്ങനെ എഴുതാം ഇവിടെ ഗാമ എന്ന് പറയുന്നത് സർക്കിളാണ് ഞാൻ അടുത്ത സെൻറ്റൻസിൽ എഴുതാം അപ്പോൾ ഗാമ ഈസ് ദ യൂണിറ്റ് സർക്കിൾ എന്നൊക്കെ പറയാൻ പറ്റും അടുത്ത സെൻറ്റൻസിൽ എഴുതാം ആ സ്റ്റെപ്പ് കിട്ടിയത് നോക്കുക ഡി തീറ്റ ബൈ എ പ്ലസ് കോസ് തീറ്റയെ നമുക്ക് ഡി തീറ്റയ്ക്ക് പകരം dz ഡിവൈഡഡ് ബൈ ഐ സെഡ് ഇൻറ്റു എ പ്ലസ് കോസ് തീറ്റ എന്ന് പറയുന്നത് 2z ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 ആണ് അതിനകത്ത് ഈ സെഡും ക്യാൻസൽ ചെയ്തു ഇനി ഇവിടെ ആൾറെഡി ഒരു 1/2 ഉണ്ട് അപ്പോൾ ആ 1/2 കൂടി ചേർത്ത് കഴിഞ്ഞാൽ 1/2 ഇൻറ്റു ഡി തീറ്റ ബൈ എ പ്ലസ് കോസ് തീറ്റ ഈ 1/2 ആണ് പറയുന്നത് ആ 2ഉം ഈ 2ഉം കൂടി ക്യാൻസൽ ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഒരു 1/i ഉണ്ടാവും dz ഡിവൈഡഡ് ബൈ എന്തായിരുന്നു എ സ്ക്വയർ അല്ലല്ലോ സെഡ് സ്ക്വയർ അല്ലേ സെഡ് സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 മാറ്റി എഴുതാൻ പറ്റും ഈ 1/iനെ നമുക്ക് ഇവിടെ ബാക്കിയൊക്കെ റെഡിയാണ് 1/iനെ നമുക്ക് മൈനസ് ഐ എന്ന് എഴുതാം കാരണം മുകളിലുള്ള 1നെ മൈനസ് ഐ സ്ക്വയർ എന്ന് എഴുതാം ആ മൈനസ് ഐ സ്ക്വയറും താഴെയുള്ള ഐ കൂടി ക്യാൻസൽ ചെയ്താൽ മൈനസ് ഐ എന്നായിട്ട് മാറും അപ്പോൾ നമുക്ക് ഈ തന്ന റിസൾട്ടിനെ integral 0 to 2π d theta by a plus cos theta equal to minus I into integral gamma dz by az square plus 2az plus 1 എഴുതാം where gamma is the unit circle mod z is equal to കാരണം 0 to 2π എന്ന് പറയുന്നത് യൂണിറ്റ് സർക്കിളാണ് ആൾറെഡി z ഈസ് ഈക്വൽ ടു ഇ റൈസ് ടു ഐ തീറ്റ എന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ യൂണിറ്റ് സർക്കിളാണ് അപ്പോൾ തന്നിട്ടുള്ള നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറഞ്ഞാൽ തന്ന പ്രോബ്ലത്തിന് ഇൻ്റഗ്രൽ 0 to π ഡി തീറ്റ ബൈ എ പ്ലസ് കോസ് തീറ്റയെ നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് മൈനസ് ഐ ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എഴുതി ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 0 to π d theta by a plus cos theta is equal to minus I into integral gamma
fz dz integral gamma fz dz where f of z is equal to 1 by z square plus 2az plus 1 ആയി അങ്ങനെ മാറ്റി എഴുതി. ഇനി ഇതിന് എന്തായാലും z സ്ക്വയർ പ്ലസ് 2az പ്ലസ് 1 എന്ന് പറയുന്നതിന് രണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് രണ്ട് റൂട്ട്സ് ഉണ്ടാവും. ആ രണ്ട് റൂട്ട്സും എഫ് ഓഫ് ഇസഡിൻ്റെ രണ്ട് സിംഗുലർ പോയിൻറ്റ്സ് ആയിരിക്കും. ആ സിംഗുലർ പോയിൻറ്റ്സ് ഒക്കെ ഡിഗ്രി 1-ലായിരിക്കും. ഡിഗ്രി 1 ആയതുകൊണ്ട് അതൊക്കെ സിമ്പിൾ പോളും ആയിരിക്കും. സപ്പോസ് to find the singular points of f of z. Suppose താഴെയുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ z square plus 2az plus 1 is equal to some z minus alpha into z minus beta ആണെങ്കിൽ എന്തായാലും സെക്കൻഡ് ഡിഗ്രി ആയതുകൊണ്ട് ആൽഫയും ബീറ്റ ഉണ്ടാവും. Then alpha is equal to minus a plus root of a square minus 1 and beta is equal to minus a minus root of a square minus 1. ഇത് കിട്ടുന്നത് എങ്ങനെയാണ്? z is equal to z square plus 2az plus 1 equal to 0 implies z equal to minus b plus or minus root of b square minus 4ac by 2a ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്താൽ ഇവിടെ b എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ 4a സ്ക്വയർ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി അല്ല 4a സ്ക്വയർ ഇല്ലല്ലോ, മൈനസ് ബി അല്ലേ വരുന്നുള്ളൂ. മൈനസ് ബി എന്ന് പറയുമ്പോൾ മൈനസ് 2a പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ എന്ന് പറയുന്നത് 4a സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് 1, സി എന്ന് പറയുന്നത് 1 ഡിവൈഡഡ് ബൈ 2a 2 ഇൻറ്റു 1 ദാറ്റ് ഈസ് മൈനസ് 2a പ്ലസ് ഓർ മൈനസ് ഇവിടെ രണ്ടിലും 4 ഉണ്ട്. 4ൻ്റെ റൂട്ട് 2 പുറത്തെടുത്താൽ 2 ഇൻറ്റു എ സ്ക്വയർ മൈനസ് 1 ബൈ 2a കംപ്ലീറ്റ് 2a അല്ല കേട്ടോ 2 കംപ്ലീറ്റ് ക്യാൻസൽ ചെയ്താൽ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് എ പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 ആവും. അഥവാ ഒരു വാല്യൂ മൈനസ് എ പ്ലസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1ഉം രണ്ടാമത്തെ വാല്യൂ മൈനസ് എ മൈനസ് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് 1 ആവും. ഈ രണ്ട് സീറോസ് ആണ് z സ്ക്വയർ മൈനസ് 2az പ്ലസ് 1 ഉണ്ടാവുക. ഒക്കെ ഫസ്റ്റ് ഡിഗ്രിയാണ്, നമുക്കറിയാൻ പറ്റും. അങ്ങനെ ആകുമ്പോൾ ഈ ആൽഫയും ബീറ്റയും എഫ് ഓഫ് ഇസഡിൻ്റെ രണ്ട് സിമ്പിൾ പോൾസ് ആയിരിക്കും. Clearly alpha and beta are simple poles of f of z. Alpha and beta are simple poles of f of z. Since a greater than 1, അത് തന്ന കണ്ടീഷനാണ്, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. Since a greater than 1 we have mod alpha less than 1 ആൻഡ് മോഡ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1. അത് കിട്ടുന്നപ്പോൾ ഉദാഹരണമായിട്ട് ആൽഫ ഈക്വൽ ടു 2 എടുത്തു കഴിഞ്ഞാൽ നോക്കാം. ആൽഫ 2 അല്ല, എയുടെ വാല്യൂ നമ്മൾ എയുടെ വാല്യൂ 2 എന്ന് എടുക്കുക. എ ഈക്വൽ ടു 2 1-നേക്കാൾ വലുതാണ്. ആൽഫ എന്ത് കിട്ടും? ആൽഫ ഈക്വൽ ടു -2 പ്ലസ് റൂട്ട് ഓഫ് 2 സ്ക്വയർ മൈനസ് 1. 2 സ്ക്വയർ എന്നാൽ 4 മൈനസ് 1 അഥവാ റൂട്ട് 3. 2 പ്ലസ് റൂട്ട് 3 ആവും. ബീറ്റ എന്ന് പറയുന്നത് -2 റൂട്ട് 3 ആവും. ഈ 2 പ്ലസ് റൂട്ട് 3യുടെ വാല്യൂ നമുക്കറിയാം 1 പോയിൻറ്റ് സംതിങ് ആണ് വരിക. -2 പ്ലസ് റൂട്ട് 3 എന്ന് പറയുന്നത് അത് -1നെ നമുക്ക് അതിൻ്റെ മോഡുലസ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും 1-നേക്കാൾ ചെറിയൊരു സംഖ്യ ആയിരിക്കും വരിക. ഇനി ഇവിടെ പറഞ്ഞാൽ -2 മൈനസ് റൂട്ട് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ടോട്ടൽ ഇതെടുത്തുമ്പോൾ ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. -1 ഇത് 0.3 സംതിങ് വരുള്ളൂ, -0.7 ഒക്കെയാണ് വരിക. ഇത് 2 പ്ലസ് 1.37 എന്ന് പറയുമ്പോൾ 2 പ്ലസ് 1.7
-3.7 വരും. അതിൻ്റെ മോഡ് എടുക്കുമ്പോൾ 3.7 വരും. ഇത് ജസ്റ്റ് -2 + 1.7 എന്ന് പറയുന്നത് -3 ഒക്കെ വരുള്ളൂ. -0.3 അഥവാ 1-നേക്കാൾ ചെറുതായിരിക്കും. അപ്പോൾ സിൻസ് എ ഗ്രേറ്റർ ദാൻ 1 മോഡ് ആൽഫ ലെസ് ദാൻ 1 മോഡ് ബീറ്റ ഗ്രേറ്റർ ദാൻ 1. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂണിറ്റ് സർക്കിളാണുള്ളത്. യൂണിറ്റ് സർക്കിളിനകത്ത് ആൽഫ ലെസ് ദാൻ 1 എന്ന് പറയുന്ന ഒറ്റ സിംഗുലർ പോയിൻ്റ് ഉണ്ടാവുള്ളൂ യൂണിറ്റ് സർക്കിളിനകത്ത്. ബീറ്റ യൂണിറ്റ് സർക്കിളിൻ്റെ പുറത്തായിരിക്കും. Therefore alpha is a singular point inside gamma. Therefore residue of f at alpha is equal to definition അനുസരിച്ച് ലിമിറ്റ് z tends to alpha z minus alpha into ഇനി താഴെയുള്ളതിന് നമുക്ക് z minus alpha into z minus beta എന്ന് എഴുതാം. കാരണം ആൽഫയും ബീറ്റയാണല്ലോ രണ്ട് റൂട്ടുകൾ. അപ്പോൾ z minus alpha into z minus beta എന്ന് എഴുതാം. z minus alpha z minus ബീറ്റയും ക്യാൻസൽ ചെയ്താൽ ലിമിറ്റിന് ആൽഫക്ക് വാല്യൂസ് കൊടുത്താൽ ദിസ് ഈസ് ഈക്വൽ ടു 1/alpha minus beta എന്നാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2√a² - 1 കിട്ടും. അത് കിട്ടുന്നത് എങ്ങനെയാണ്? ആൽഫ എന്ന് പറയുന്നത് -a + √a - 1 ആണ്. ബീറ്റ എന്ന് പറയുന്നത് -a - √a² - 1 ആണ്. ഇനി ഇതിൽ നിന്ന് ഇത് മൈനസ് ചെയ്താൽ -a ഇത് ക്യാൻസൽ ആവും. -a ക്യാൻസൽ ആവും. √a² - 1 -√α ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് ദിസ് ഈസ് ഈക്വൽ ടു ആൽഫ മൈനസ് ബീറ്റ എന്ന് പറയുന്നത് 2 × √a² - 1 ആവും. അപ്പോൾ 1/alpha minus beta എന്ന് പറയുന്നത് 1/2√a² - 1 ആവും. Therefore by residue theorem integral over gamma fz dz is equal to 2πi into sum of residues. റെസിഡ്യൂ തിയറം ദാറ്റ് ഈസ് ഈക്വൽ ടു 2πi into ഇവിടെ ആകെ റെസിഡ്യൂ ഉള്ളൂ. ദാറ്റ് ഈസ് 1/2 × √a² - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2ഉം 2ഉം ക്യാൻസൽ ചെയ്താൽ πi ഡിവൈഡഡ് ബൈ √a² - 1 ആവും. അപ്പോൾ ഇൻ്റഗ്രൽ fz dz. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. നമുക്ക് കാണേണ്ട വാല്യൂ ഇതാണ്. integral 0 to pi d theta divided by a square. That is equal to -i into integral gamma fz dz. ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 കൊടുക്കുക. നേരത്തെ 1 കൊടുത്തില്ല എന്ന് വിചാരിക്കും. 1 കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. 2 കൊടുത്തു കഴിഞ്ഞാൽ therefore from equation 2 ഇക്വേഷൻ 2ൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ integral 0 to pi d theta divided by a plus cos theta equal to അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -i into പിന്നെ ഇൻ്റഗ്രൽ ഗാമ fz dz ആണ്. അതിൻ്റെ വാല്യൂ πi ഡിവൈഡഡ് ബൈ √a² - 1 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു i × i² എന്ന് പറഞ്ഞാൽ -1 ആണ്. ഇൻറ്റു കൂടെ ഒരു മൈനസ് കൂടി ഉണ്ട്. ടോട്ടൽ ആഡ് ചെയ്യുമ്പോൾ +1 into pi divided by √a² - 1. That is equal pi by √a² - 1. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഇൻ്റഗ്രൽ 0 to pi d theta by a plus cos theta equal to pi by √a² - 1. ഇങ്ങനെയുള്ളൊരു 2-3 പ്രോബ്ലംസ് കൂടി അതിൻ്റെ ഒരു 2-3 പ്രോബ്ലംസ് അതിൻ്റെ എന്താ പറയുക അസൈൻമെൻറ്റ്സിനകത്തും ഉണ്ട്, എക്സസൈസിനകത്തും ഉണ്ട്. അതും കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇത്രയാണ് ആ ചാപ്റ്റർ. അടുത്ത ഒന്ന് ആർഗ്യുമെൻ്റ്. അടുത്ത ചാപ്റ്ററാണ് നമ്മൾ ചാപ്റ്റർ 4-നകത്ത് പാർട്ട് 3 മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് ആർഗ്യുമെൻ്റ് പ്രിൻസിപ്പിൾ.
ഇതാണ് അടുത്ത സെഷൻ 3. ഇതോട് കൂടി കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു. പിന്നെ നമുക്ക് അടുത്തൊരു ചെറിയ 3 മാക്സിമം മോഡുലസ് തിയറം കൂടിയുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് പോവാം. വലിയ റിസ്ക് ഇല്ലാത്ത ചെറിയൊരു പാർട്ടാണ്, പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഫസ്റ്റ് ഒരു ഡെഫിനിഷൻ എഴുതി വെച്ചോളൂ. ഡെഫിനിഷൻ if G is open and f is a function defined and analytic in G except for poles, then f is called meromorphic function on G. F is called meromorphic function on G. മെറോമോർഫിക് ഫംഗ്ഷൻ കേട്ടോ, നമുക്ക് ലാസ്റ്റ് വരെ ആവശ്യം വരും. മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഫംഗ്ഷന് ഫൈനൈറ്റ് പോൾസ് ആണെങ്കിൽ, നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ ഫൈനൈറ്റ് പോൾസ് ആണെങ്കിൽ അതൊരു മെറോമോർഫിക് ഫംഗ്ഷൻ ആയിരിക്കും. മിക്കവാറും ഐസൊലേറ്റഡ് സിംഗുലാരിറ്റീസ് വരുന്നതൊക്കെ ഐസൊലേറ്റഡ് എസെൻഷ്യൽ ആണെങ്കിൽ മെറോമോർഫിക് ആവണമെന്നില്ല. അല്ലാത്ത കേസുകളിലൊക്കെ സിംഗുലാരിറ്റീസ് പോൾസ് ആണെങ്കിൽ, ഒരു ഫംഗ്ഷൻ്റെ സിംഗുലാരിറ്റി പോൾസ് മാത്രമാണെങ്കിൽ ആ ഫംഗ്ഷൻ നമുക്ക് ഒരു മെറോമോർഫിക് ഫംഗ്ഷൻ എന്ന് പറയാം. അല്ലാത്തതിന് എക്സാമ്പിളാണ് ലോഗ് ഇസെഡ്, മെറോമോർഫിക് ഫംഗ്ഷൻ അല്ല. എന്നാൽ 1/z² - 1 അതൊരു മെറോമോർഫിക് ഫംഗ്ഷനാണ്. ലോഗ് ഇസെഡ് മെറോമോർഫിക് അല്ല. 1/z² - 1 മെറോമോർഫിക് ആണ്. കാരണം 1/z² + 1 ആകെ അനലറ്റിക് അല്ലാത്ത പോയിന്റ് z² = 1 ആകുന്ന പോയിന്റ്സ് മാത്രം. അടുത്തത് ഇതാണ് മെറോമോർഫിക് ഫംഗ്ഷൻ. അടുത്തത് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളാണ്. ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ ഇതൊരു തിയറാണ് കേട്ടോ. ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഒരു തിയറാണ്. ആദ്യം അതിൻ്റെ ഡെഫിനേഷൻ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ആണ് ചോദിക്കുക. അതുകൊണ്ട് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളിൻ്റെ ഡെഫിനേഷനും വളരെ പ്രധാനമാണ്. ഡെഫിനേഷൻ എഴുതി വെച്ചോളാം. ലെറ്റ് f be a meromorphic in G with poles P1, P2, etc., Pm, and zeros Z1, Z2, etc., Zn, counted according to multiplicity. ഡിസ്റ്റിങ്ക്റ്റ് ആവണമെന്നില്ല. സീറോസ് ഇപ്പോൾ 1/z² - 1 ആണെങ്കിൽ 2 സീറോസ് ഉണ്ട്. 1 എന്ന് പറയുന്നത് മൾട്ടിപ്ലിസിറ്റി 2 ആണ്. അതേപോലെ 1/z² - അല്ലെങ്കിൽ z - 1 ഹോൾ ക്യൂബ് ആണെങ്കിൽ അവിടെ z = 1 എന്ന് പറയുന്നത് പോൾ ഓഫ് ഓർഡർ 3 ആണ്. മൾട്ടിപ്ലിസിറ്റി 3 ആണ് എന്ന രീതിയിൽ കൗണ്ടഡ് അക്കോർഡിംഗ് ടു മൾട്ടിപ്ലിസിറ്റി. Stop. If gamma is a closed rectifiable curve in G with gamma is homologous to 0, and not passing through P1, etc., Pm.
കോമ z1 കോമ z2 എക്സെട്ര zn. അതിലൂടെ ഒന്നും പാസ് ചെയ്ത് പോകുന്നില്ല. then എന്താണ് റിസൾട്ട്? അതാണ് then 1/2πi into integral gamma f dash z by fz dz is equal to, അഥവാ നമുക്കിത് വെച്ചിട്ട് കുറേ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. മുകളിൽ എഫ് ഡാഷ് ഇസെറ്റും താഴെ എഫ് ഓഫ് ഇസെറ്റും ഉള്ള ഏതൊരു ഇൻ്റഗ്രൽ ഫംഗ്ഷനെയും നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഈക്വൽ ടു സിഗ്മ കെ ഈക്വൽ ടു 1 to n ഗാമ സെഡ് കെ അഥവാ നമ്പർ ഓഫ് സീറോസ് വിത്ത് മൾട്ടിപ്ലിസിറ്റി n ഗാമ സെഡ് കെ മൈനസ് സിഗ്മ ജെ ഈക്വൽ ടു 1 to m n ഗാമ പി ജെ. ഇതാണ് റിസൾട്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ആർഗ്യുമെന്റ് പ്രിൻസിപ്പിൾ. അതിൻ്റെ പ്രൂഫ് എഴുതിക്കോളൂ കേട്ടോ. അതാ നമുക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാൻ പറ്റും. നമ്പർ ഓഫ് സീറോസ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് സീറോസ് മൈനസ് നമ്പർ ഓഫ് പോൾസ്. നമുക്കതിൻ്റെ മീനിങ് 1/2πi integral gamma f dash z by fz dz is equal to number of zeros minus number of poles എന്ന് പറയാൻ പറ്റും. പ്രൂഫ്. given P1, P2, etc. Pm are the poles and Z1, Z2, etc. Zn are zeros of f of z. Zeros of f of z counted according to multiplicity. Counted according to multiplicity. Therefore f of z is equal to, then നമുക്ക് z minus z1 into z minus z2 into etc. z minus z, കാരണം n zeros ഉണ്ട്, divided by z minus p1 into z minus p2 into etc. z minus p, m zeros ഉണ്ട്. അപ്പോൾ m zeroസും n zeroസും m പോൾസും ഉണ്ടെങ്കിൽ f of z-നെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. f of z is equal to into some g of z, where g of z not equal to 0, where g of z not equal to 0 for any z and has no poles. അപ്പോൾ g of z ഒരു അനലിറ്റിക് ഫംഗ്ഷൻ, കാരണം അതിന് സീറോസും ഇല്ല, സീറോസ് ഉണ്ടെങ്കിലും അനലിറ്റിക് ആണ്. പിന്നെ അതേപോലെ പോൾസും ഇല്ല, ആ രീതിയിലാണ്. കാരണം ഉള്ള എല്ലാ പോൾസും നമ്മൾ ഇങ്ങോട്ട് മാറ്റി എഴുതിയിട്ടുണ്ട്. ഇൻറ്റു സം ജി ഓഫ് ഇസ് എന്ന് എഴുതാൻ പറ്റും. ടേക്കിംഗ് ലോഗരിതം on both sides, we get, ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ log f z is equal to, റൈറ്റ് സൈഡ് എടുത്തു കഴിഞ്ഞാൽ log ഓഫ് ദിസ്, ഇതിനെ നമുക്ക് പ്ലസ് ആയിട്ട് എഴുതിയാൽ log z minus z1 പ്ലസ് log z minus z2 പ്ലസ് എക്സെട്ര പ്ലസ് log z minus zn. പിന്നെ താഴെയുള്ളതൊക്കെ മൈനസ് ആണ് വരിക. മൈനസ് log z minus p1
minus log z minus p2 minus etc minus log z minus pm പ്ലസ് പിന്നെ ഉണ്ടാവുന്നത് ലോഗ് ജി സെഡ് കൂടി ഉണ്ടാവും പ്ലസ് ലോഗ് ജി സെഡ് ന്യൂമറേറ്ററിലാണ് ജി സെഡ് പ്ലസ് ലോഗ് ജി സെഡ് മാറ്റി എഴുതാൻ പറ്റും. ഇതിന് വേണമെങ്കിൽ ഇക്വേഷൻ 1 കൊടുക്കാം. ഡിഫറൻഷിയേറ്റിംഗ് both sides with respect to z, differentiating both sides with respect to z, log f of z ന്റെ ഡെറിവേറ്റീവ് 1 by f of z ഇൻറ്റു പിന്നെ f of z ൻ്റെത് f dash z ചെയ്യുമ്പോൾ ഫസ്റ്റ് എഫ് ഇസെറ്റിനെ സെഡ് ആയിട്ട് കരുതുക. അപ്പോൾ log z ൻ്റെ ഡെറിവേറ്റീവ് 1 by z ആണ് ഇൻറ്റു കരുതിയ എഫ് ഓഫ് z ഡിഫറൻഷിയേറ്റ് ചെയ്താൽ f dash z ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ലോഗ് z മൈനസ് z1 കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 1 by z മൈനസ് z1 പ്ലസ് അടുത്തത് 1 by z മൈനസ് z2 പ്ലസ് എക്സെട്ര പ്ലസ് 1 by z മൈനസ് zn പിന്നെ അടുത്തതൊക്കെ മൈനസ് അടുത്ത ടേംസ് ഒക്കെ മൈനസ് ആവും 1 by z മൈനസ് p1 മൈനസ് 1 by z മൈനസ് p2 മൈനസ് എക്സെട്ര മൈനസ് 1 by z മൈനസ് pm പിന്നെ പ്ലസ് ലാസ്റ്റ് ജി ഓഫ് ഇസെറ്റിന് ലാസ്റ്റ് നമുക്കുള്ളത് ലാസ്റ്റത്തെ ടേം ലോഗ് ജി സെഡ് ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ 1 by ജി സെഡ് ഇൻറ്റു ജി ഡാഷ് ഓഫ് ഇസെഡ് എന്ന് കിട്ടും. അപ്പോൾ ലാസ്റ്റത്തെ ഡെറിവേറ്റീവ് ജി ഓഫ് ഇസെഡ് ബൈ ജി ഡാഷ് ഓഫ് ഇസെഡ് ബൈ ജി ഓഫ് ഇസെഡ് ആണ്. where g dash of z by g of z is analytic. എന്തുകൊണ്ടാണ് ജി ഓഫ് ഇസെറ്റിന് സീറോയും ഇല്ല പോളും ഇല്ല. പോളും ഇല്ലാത്തതുകൊണ്ട് എന്തായാലും പ്രശ്നമില്ല. ജി ഓഫ് ഇസെറ്റിന് സീറോ ഇല്ലാത്തതുകൊണ്ട് താഴെ ഒരിക്കലും സീറോ ആവില്ല. അപ്പോൾ ജി ഡാഷ് ഇസെറ്റ് ബൈ ജി ഓഫ് ഇസെറ്റ് ആൾറെഡി അനലറ്റിക് ആണ്. ഒപ്പം ജി ഡാഷ് ഇസെറ്റ് ബൈ ജി ഓഫ് ഇസെറ്റും ഈസ് അനലറ്റിക് ഇൻ ഗാമ. Therefore എല്ലാ സൈഡിലും 1 by 2 pi into integral gamma apply integrating on both sides and multiplying with 1 by 2 pi. അതാണ് ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ അങ്ങനെ തന്നെ എഴുതിയിരുന്നുള്ളൂ 1 by 2 pi integral gamma ലെഫ്റ്റ് സൈഡിൽ എഫ് ഡാഷ് ഇസെഡ് ബൈ എഫ് ഇസെഡ് ഡി ഇസെഡ് ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എഴുതിയാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 by 2 pi ഇൻറ്റു integral dz by z minus z1 plus 1 by 2 pi into integral dz by z minus z2 plus etc plus 1 by 2 pi into integral dz by z minus z. ഇതൊക്കെ എന്താ വരിക? അതൊക്കെ എന്താ പറയുക റെസിഡ്യൂസ് ആണ് അല്ലേ? ഈ 1 by 2 pi റെസിഡ്യൂ അല്ല 1 by 2 pi എൻ ഗാമ സെഡ് കെ ഇത് ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ട് 1 by 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ പിന്നെ അടുത്ത ബാക്കിയുള്ള ടേംസ് മൈനസ് 1 by 2 pi ഇൻറ്റു എല്ലാ ടേമിലും ആ ടോട്ടൽ മൈനസ് പുറത്തെടുത്താൽ മൈനസ് 1 by 2 pi ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് p1 പ്ലസ് എക്സെട്ര 1 by 2 pi ഇൻ്റഗ്രൽ ഗാമ dz by z minus p2 plus etc plus 1 by 2 pi integral gamma dz by z minus pm plus last term integral 1 by 2 pi I in 1 by 2 pi I in the integral gamma g dash z by gz dz g dash z by gz dz. ഇനി ഡെഫിനേഷൻ ഉപയോഗിച്ച് എഴുതി കഴിഞ്ഞാൽ ദിസ് ഈസ് ഈക്വൽ ടു ഇതാണിപ്പോൾ ഫസ്റ്റ് 1 by 2 pi ഇൻ്റഗ്രൽ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് സെഡ് വൺ തന്നെയാണ് നമ്മൾ എൻ ഗാമ സെഡ് വൺ എന്ന് വിളിക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഗാമ സെഡ് വൺ പ്ലസ് എൻ ഗാമ
പ്ലസ് എൻ ഡെഫിനിഷനാണ് നമ്മളെ വൈൻഡിങ് നമ്പറിൻ്റെ ഡെഫിനിഷൻ ഉപയോഗിച്ചാൽ ദിസ് ഈസ് ഈക്വൽ ടു എൻ ഗാമ Z2 പ്ലസ് എക്സെട്ര പ്ലസ് എൻ ഗാമ ZM പിന്നെ ടോട്ടൽ മൈനസ് എൻ ഗാമ P1 വരാറ് അങ്ങോട്ട് വരാറ് ഞാൻ ക്ലാസ് ചെയ്തിട്ട് എൻ ഗാമ P2 അതല്ലെങ്കിലേ എടാ നോക്ക് മൈനസ് എൻ ഗാമ P2 ടോട്ടൽ മൈനസ് പുറത്തെടുത്താൽ എൻ ഗാമ പി ഫസ്റ്റത്തത് PM ഇത് ZN ആണ് ഇത് PM അവിടെ അതിമലുണ്ട് ഒരു പച്ച കവർ പിന്നെ ലാസ്റ്റ് വരുന്നൊരു ടേം ഉണ്ട് അതായത് 1/2π ഇവിടെ ഇത് അനലറ്റിക് ആയതുകൊണ്ട് കോഷീസ് ഇൻ്റഗ്രൽ ഫോർമുല അനുസരിച്ച് ടോട്ടൽ ഫങ്ഷണാലിറ്റിക് ആയതുകൊണ്ട് ലാസ്റ്റത്തെ ടേം 0 ആവും ദാറ്റ് ഈസ് ദിസ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ k ഈക്വൽ ടു 1 to n ഗാമ ZK മൈനസ് സമ്മേഷൻ k ഈക്വൽ ടു 1 to n ഗാമ PK അല്ലെങ്കിൽ I ഈക്വൽ ടു 1 to n ഗാമ PI എന്ന് മാറ്റി എഴുതാൻ പറ്റും ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ f'(z/fz dz ഈസ് ഈക്വൽ ടു ഇതന്നല്ല നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ 1/2π ഇൻറ്റു ഇൻ്റഗ്രൽ ഗാമ f'(z/fz dz ഈസ് ഈക്വൽ ടു സിഗ്മ ഇതാണ് ആർഗ്യുമെൻറ്റ്